അടുത്ത വാർത്തയിലേക്ക് പോയാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യ പ്രചാരണത്തിന് ഇറങ്ങുന്നതിൽ കോൺഗ്രസിൽ ഭിന്നതയുണ്ട്. രാഹുലിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന് ചില മുതിർന്ന നേതാക്കൾ പറയുന്നു. ന്യൂസ് മലയാളം നിർണായക സംഭാഷണം പുറത്തുവിട്ടത് തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം പരിഗണനയിലിരിക്കെയാണ് എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ പ്രസാദ് ഉറുമ്പശ്ശേരി വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഇന്നലെ ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വേദികൾ അല്ലെങ്കിൽ പ്രചാരണത്തിൽ സജീവമാകുന്ന കാര്യത്തിൽ തന്നെ VD സതീശനോട് ചോദിക്കുമ്പോഴത്തേക്കും അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് KPC അധ്യക്ഷനാണെന്ന് പറയുന്നു. KPC അധ്യക്ഷന്റെ അഴകുഴമ്പൻ പ്രതികരണമൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കേട്ടതാണ്. പക്ഷേ മുൻ KPC അധ്യക്ഷന്റെ നിലപാട് ഇതൊന്നുമല്ല. അദ്ദേഹം പറയുന്നത് ഈ രാഹുലിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അദ്ദേഹം വീണ്ടും ഈ പ്രചാരണത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലും സജീവമാകണമെന്നായിരുന്നു മുൻ KPC അധ്യക്ഷൻ സുധാകരന്റെ പ്രതികരണം. അപ്പോൾ അങ്ങനെ നേതാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കോൺഗ്രസിനകത്ത് ഈ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. നമ്മൾ പുറത്തുവിട്ട പുതിയ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ സതിലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെക്കുറെ സജീവമായി വീണ്ടും പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു, അതിവേഗത്തിൽ നടക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ നേരത്തെ VD സതീശൻ, അപ്പോഴും എടുത്തു പറയേണ്ടത് VD സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്ന കർശന നിലപാട് തന്നെയാണ്. കാരണം നമ്മൾ പലയിടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവരുടെ നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുന്നതും പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഒക്കെ കണ്ടെങ്കിൽ പോലും പാലക്കാട് പല പരിപാടികളിലും അങ്ങനെ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം നമ്മൾ കണ്ടതാണ്. അതായത് അച്ചടക്ക നടപടി നേരിട്ട ഒരാളെ പോലെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ VD സതീശൻ മാത്രമാണ് അതിനകത്തൊരു കർശന നിലപാടെടുക്കുന്നത്. VD സതീശൻ പങ്കെടുക്കുന്ന പരിപാടികളിലേക്കൊന്നും തന്നെ ഈ പറയുന്നത് പോലെ MLA ആണെങ്കിൽ പോലും അവിടേക്ക് ഇന്നലെ ഉണ്ടായ പരിപാടികളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് കടുത്ത ഭിന്നത തന്നെയാണ് ഈ കാര്യത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ആളുകൾ, അതായത് ഷാഫി പറമ്പിലിൻ്റെയും KC വേണുഗോപാലിൻ്റെയും ഒരു സംരക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഇപ്പോൾ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായതിന് ശേഷവും വളരെ സജീവമായി നിങ്ങളോടൊന്നും തന്നെ, അതായത് മാധ്യമങ്ങളോടൊന്നും തന്നെ എനിക്ക് പറയാനില്ല, ബോധ്യപ്പെടുത്താനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പ്രചാരണത്തിൽ വളരെ സജീവമായി തന്നെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു അപൂർവ കാഴ്ചയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി നേരിട്ട ഒരാൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായി നടപടി നേരിട്ട ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരു നടപടി നേരിട്ടു എന്ന് തോന്നുന്ന തരത്തിൽ പോലുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നത്. അത് വെറും സാങ്കേതികം മാത്രമാണ്. പക്ഷേ നേതാക്കന്മാർ ആ കാര്യം പറഞ്ഞാണ് ഇപ്പോൾ കൈയൊഴിയുന്നത്. ഇപ്പോൾ KC വേണുഗോപാലിനോട് ഇന്നലെ വയനാട് വെച്ച് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾ നടപടി നേരിട്ടതാണ്, ഇനിയൊക്കെ പ്രചരണ കാര്യങ്ങളൊക്കെ പ്രാദേശിക ഘടകം തീരുമാനിക്കുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. KPCC പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു നിലപാടാണ് പറയുന്നത്. പക്ഷേ ഇവർക്കെല്ലാം അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വളരെ സജീവമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഒന്നും പിന്തുണയില്ലാതെ രാഹുലിന് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അതെങ്ങനെ പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും VD സതീശൻ വളരെ കർശന നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ് നിൽക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു നടപടി നേരിട്ട ഒരാൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന നിലപാടുള്ള ആളുകളാണ് ഇവരൊക്കെ. പക്ഷേ മറുവശത്ത് ശക്തമായി കൊണ്ടിരിക്കുന്ന KC ഗ്രൂപ്പ്, അവർ ഇതിനെ ഒന്നും തന്നെ അവഗണിച്ചോ അല്ലെങ്കിൽ അതും പരിഗണിക്കാതെ തന്നെ രാഹുലിനെ വീണ്ടും സജീവമായി ഇറക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. അതെന്തായാലും ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ, നേതാക്കന്മാർ തമ്മിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ നീങ്ങുമോ എന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്.